ഒരു അധ്യായത്തിലേക്ക് വരുവാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള റൗട്ടിങ്ങിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ഓക്കെ, ഞാൻ ഇന്നിവിടെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. npm സ്റ്റാർട്ട് അടിച്ച് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, npm സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഡാഷ്ബോർഡ് കാണാം. ഒരു കമ്പോണൻസിൻ്റെ അകത്ത് ഡാഷ്ബോർഡ്, ഹോം, ലോഗിനും പറഞ്ഞ് 3 പേജസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കമ്പോണൻസുകൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അത് ഹോം പേജാണ്, ആപ്പാണ്. ഓക്കെ, ഹോം പേജിൽ ഒന്നും കൊടുത്തിട്ടില്ല, റൗട്ടൊന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് നോക്ക്, ആപ്പെന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ലോഗിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹോം പേജ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, അഡ്മിൻ പാനലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ബ്രൗസർ റൗട്ടറിൽ നിന്ന് റൗട്ടർ ഡോം ലൈബ്രറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും അതിന് മുമ്പിലത്തെ എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഇമ്പോർട്ട് ചെയ്ത് ലിങ്ക് ചെയ്യിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ഇല്ല, ഈ ഫയൽ കാലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റൗട്ടിലേക്കും പോകാം. ഞാനിവിടെ ഇപ്പോൾ ലോഗിനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ലോഗിനിലേക്ക് വന്നു. ലോഗിനിൽ എന്താ ഉള്ളത്, റൗട്ട്സ് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ ലോഗിനിലേക്ക് പോകില്ല. എന്താണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് റൗട്ട്സും അൺപ്രൊട്ടക്റ്റഡ് റൗട്ട്സും. അപ്പം അതെന്താണെന്ന് നോക്കാം. ഈ പ്രൊട്ടക്റ്റഡ് റൗട്ട്സ്, അൺപ്രൊട്ടക്റ്റഡ് റൗട്ട്സ്. പ്രൊട്ടക്റ്റഡ് റൗട്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ അഡ്മിൻ പാനൽസ് ഒക്കെ യൂസ് ചെയ്യാറില്ല. എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് അഡ്മിൻ പാനൽസ്, ഡാഷ്ബോർഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഒതൻറ്റിക്കേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ അതിലിപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ വെക്കാം, ലോക്കൽ ഹോസ്റ്റിന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റോറേജിൽ വെക്കാം, ഇല്ലെങ്കിൽ പല തരത്തിലുള്ള ഒതൻറ്റിക്കേഷൻ വഴി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറും. ഈ ഓതൻറ്റിക്കേറ്റഡ് ആയ ശേഷം മാത്രം കിട്ടേണ്ട ചില പേജുകളുണ്ട്. അതായത് ലോഗിൻ ആയ ശേഷം മാത്രം കാണിക്കേണ്ട ചില പേജുകൾ. ഓക്കെ, അങ്ങനെയുള്ള പേജുകളാണ് നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ലോഗിൻ ആകാതെ ഞാനൊരു പേജ് കയറിയെന്ന് വിചാരിച്ചോ, ഇങ്ങനെ പോയിട്ട് അപ്പോൾ എനിക്ക് യൂസറിൻ്റെ പ്രൊഫൈൽ കിട്ടണം. അപ്പോൾ ഞാൻ യൂസർ പ്രൊഫൈൽസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേജ് ആക്സസ് ആകാൻ പറ്റില്ല. ഓക്കെ, കാരണം അത് പ്രൊട്ടക്റ്റഡ് റൗട്ടാണ്. ഒരു പാസ്വേഡ് ചെയ്ത് ഒരാൾ ഒതൻറ്റിക്കേറ്റഡ് ആയ ശേഷം മാത്രമാണ് ആ റൗട്ട്സ് ആക്സസ് ആകുള്ളൂ. അങ്ങനെയുള്ള റൗട്ടുകളാണ് പ്രൊട്ടക്റ്റഡ് റൗട്ടുകൾ. അപ്പോൾ അതിപ്പോൾ ഡാഷ്ബോർഡ് ആകാം, പ്രൊഫൈൽസ് ആകാം, പല കാര്യങ്ങളും ആകാം. പക്ഷെ അൺപ്രൊട്ടക്റ്റഡ് റൗട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ലോഗിൻ ചെയ്യാതെ കാണുന്ന പേജുകളുണ്ടല്ലോ. ഈ പേജ് കയറുമ്പോൾ തന്നെ ലോഗിൻ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ചില പേജുകൾ ലോഗിൻ കാണാതെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ പോട്ടസ് പേജ് ആകാം, ഹോം പേജ് ആകാം, മറ്റേ ലോഗിൻ പേജ് ആയിരിക്കാം. ലോഗിൻ പേജിന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാവർക്കും, പബ്ലിക്ക് എല്ലാവർക്കും ആക്സസ് ആകണം. ലോഗിൻ ചെയ്താലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ലോഗിൻ പേജ് ആകാം, സൈനപ്പ് പേജ് ആകാം, ഹോം ആകാം, പല പേജുകളും ആകാം. അങ്ങനെയുള്ള പേജുകളാണ് അൺപ്രൊട്ടക്റ്റഡ് റൗട്ട്സ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് റൗട്ടും അൺപ്രൊട്ടക്റ്റഡ് റൗട്ടുമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോണേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നിപ്പോൾ 3 പേജസ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു 3 പേജസ് ഉണ്ട്. ഇവിടെ ലിങ്ക് ചെയ്യിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഓൾറെഡി ലിങ്ക് ചെയ്യിച്ചേക്കണാണ്. ബ്രൗസർ റൗട്ടർ ഇവിടെ മെയിൻ ഇൻഡെക്സിൽ ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, 3 പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 പേജ് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇമ്പോർട്ട് എന്നാലേ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡ് ആദ്യത്തെ പേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സെക്കൻഡ് പേജ് ഇമ്പോർട്ട്, ഹോം പേജ്, സെക്കൻഡ് ഹോം പേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് പേജ് ഉണ്ട്? ലോഗിൻ പേജ് ഉണ്ട്. ഇമ്പോർട്ട് എന്താണ്? ലോഗിൻ പേജ്. അപ്പോൾ 3 പേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഡാഷ്ബോർഡിൽ ഞാൻ ജസ്റ്റ് എനിക്ക് അഡ്മിൻ പാനൽ ഡാഷ്ബോർഡ്, അതായത് ലോഗിൻ ചെയ്ത ശേഷം എനിക്ക് കാണേണ്ട പേജാണ് ഈ ഡാഷ്ബോർഡ്. അപ്പോൾ ഹോം പേജിൽ എനിക്ക് എന്തുണ്ടായിരിക്കണം? ഹോം പേജ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല എനിക്ക് എനിക്ക് ലോഗിനിലേക്ക് പോകാനും പറ്റണം. ഹോം പേജിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ലിങ്ക് പറഞ്ഞു കൊടുത്തു, ലോഗിൻ. എനിക്ക് ഹോം പേജിൽ നിന്ന് എങ്ങോട്ട് പോകണം? എനിക്ക് ലോഗിനിലേക്ക് പോകണം. എനിക്ക് ലോഗിൻ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാനിതവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ വന്ന് നോക്കാം. റെസ്പോണ്ടിങ് നെയിം ഓൺ ദ ഡിസ്ക്. ലോഗിൻ ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. അതുപോലെ എനിക്ക് ലോഗിൻ പേജിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡാഷ്ബോർഡിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹോം പേജിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ലോഗിൻ ക്ലിക്ക് കഴിഞ്ഞാൽ ലോഗിൻ്റെ അകത്ത് പോകും. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകും? ഡാഷ്ബോർഡിൽ പോകും. ഓക്കെ,
എനിക്ക് വേണമെങ്കിൽ ഡാഷ്ബോർഡിൽ പോകും. ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്, എന്നാലും വേണ്ട. ഡാഷ്ബോർഡിലേക്ക് ഡാഷ്ബോർഡ് ഇവിടെ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, ഞാനിവിടെ ഡാഷ്ബോർഡ് പേജ്, നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഡാഷ്ബോർഡ് പേജ്, ഞാനിത് ലോഗിൻ ഹോം പേജ് എന്നാക്കോട്ടെ. പേജ് ഇത് എന്താണ് ലോഗിൻ പേജ്, ഇത് പേജ് എന്നാക്കി പോകുന്നു. എന്നിട്ട് നമുക്കിതിവിടെ നോക്കി കഴിഞ്ഞാൽ 3 സാധനം കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് എവിടെ NBM സ്റ്റാർട്ട്. ഇത് വേറെ. ഇനി നമുക്ക് എവിടെ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. എന്ത്? നമുക്ക് ഇതിലെ റൗട്ട്സ് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റൗട്ട്സ് സെറ്റപ്പ് ചെയ്യണം. റൗട്ട്സ് എന്താ സെറ്റപ്പ് ചെയ്യേണ്ടത്? പ്രൊട്ടക്റ്റഡ് റൗട്ടും അൺപ്രൊട്ടക്റ്റഡ് റൗട്ടും നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇമ്പോർട്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ റിയൽ റൗട്ടർ ഡോമിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും? റൗട്ടിനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചു. റിയൽ റൗട്ടർ ഡോമിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു? റൗട്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇമ്പോർട്ട് ചെയ്യുന്നു. റൗട്ടും അതുപോലെ തന്നെ റൗട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇമ്പോർട്ട് ചെയ്യുന്നു. പഴയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇല്ലാത്തത്. ഓക്കെ, ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഞാനിത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നാവിഗേറ്റ്, റിയൽ റൗട്ടർ ഡോമിൽ നിന്ന് തന്നെ എനിക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യണം? എനിക്ക് നാവിഗേറ്റ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം നാവിഗേറ്റ് എനിക്ക് ഓരോ പേജിക്ക് പോകണ്ടേ, പിന്നെ നാവിഗേറ്റ് ഇമ്പോർട്ട് ചെയ്തു. 3 സാധനങ്ങൾ ഞാൻ റിയൽ റൗട്ടർ ഡോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ എനിക്കിവിടെ എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണം. എനിക്കിവിടെ ഫേക്കായിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കിവിടെ ഒതൻറ്റിക്കേഷനൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നിലേക്കൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒതൻറ്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഞാനിവിടെ ജസ്റ്റ് ഡെമ്മിക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, റിയലായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ, നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് റിയലായിട്ട് ചെയ്യാം. ഇതിൻ്റെ അത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഓതാണോ എന്നുള്ളത്. ഈസ് ഓതൻറ്റിക്കേറ്റഡ് ആണോ? അതുപോലെ ഒരു പ്രോപ്പർട്ടിയാണ് സെറ്റ് ഓതൻറ്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഞാനിവിടെ ഫേക്കായിട്ട് വെക്കാൻ പോകാം കേട്ടോ. വ്യൂ സ്റ്റേറ്റ്. അപ്പോൾ വ്യൂ സ്റ്റേറ്റിൽ നമുക്കിവിടെ എൻ്റെ മൗസ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രാക്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. വ്യൂ സ്റ്റേറ്റിൽ ഞാൻ അത് വെക്കുവാണ്. ഇപ്പോൾ തൽക്കാലം ഫോൾസ് ആയിട്ട് വെക്കുക കേട്ടോ, ഒതൻറ്റിക്കേറ്റഡ് ആയോ അല്ലയോ എന്നുള്ളത്. ഇനി നമുക്ക് 2 റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊട്ടക്റ്റഡ് ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിനെയാണ് നമ്മൾ ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്യണത്. അതിനായിട്ട് നമുക്ക് 2 റൗട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്റ്റഡ് റൗട്ടിനെയാണ്. അത് ഞാനിവിടെ എഴുതുവാണ്. പ്രൊട്ടക്റ്റഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഇതിൻ്റെ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കണമല്ലോ. പ്രൊട്ടക്റ്റഡ് റൗട്ട്, ROUT, പ്രൊട്ടക്റ്റഡ് റൗട്ടായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പാരാമീറ്റർ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു പാരാമീറ്റർ, ഒരു പ്രോപ്സ് പറഞ്ഞു കൊടുക്കാം. ചിൽഡ്രൻ എന്നാന്നുള്ളത് ഞാൻ പറയാം. ആ ചിൽഡ്രൻ അല്ല, ചിൽഡ്രൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോപ്സാണ്. സ്പെഷ്യലായിട്ടുള്ള പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ലോജിക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ ഉള്ളിൽ ഈ റൗട്ട്സിനെ, ഇവിടെ കൊടുത്തിരിക്കുന്ന പേജസിനെ നമ്മൾ നെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റിനെ അതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ ആ കണ്ടൻറ്റിനെ അതിൻ്റെ ഉള്ളിലേക്ക്
കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ആ കണ്ടൻറ്റിനെ നമ്മൾ ആ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പ്രോപ്സ് ആണ്. ഓക്കെ, പ്രോപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്സ് എന്താണെന്നുള്ളത്, നമ്മുടെ പഴയ ക്ലാസ് നോക്കിയാൽ മതി. ഇനി നമുക്കിവിടെ നമ്മൾ ചിൽഡ്രൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കിത് ഇതിൻ്റെ ഇത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുവാണ്. ഇതൊരു ഫങ്ഷനാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഇതിൻ്റെ ഉള്ളിൽ ഓതൻറ്റിക്കേഷൻ്റെ ആ ഒരു ലോജിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണം. അപ്പം റിട്ടേൺ ചെയ്യും, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കതൊരു ലോജിക്ക് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഡമ്മിയാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് ഡമ്മിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ട്രൂ ആക്കി കഴിഞ്ഞാൽ ഓക്കെ പേജ് കിട്ടും, ഫോൾസ് ആക്കി കഴിഞ്ഞാൽ പേജ് കിട്ടത്തില്ല. ഇത് ഞാൻ ഡമ്മിക്ക് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ടെർണറി ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുവാണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇതാണെങ്കിൽ ചിൽഡ്രനെ കൊടുത്തു ദെൻ എന്ത് ഞാൻ കൊടുക്കുന്നു? നാവിഗേറ്റ് എന്നും പറഞ്ഞ് ഞാനിവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാവിഗേറ്റ് എന്താണ്? നാവിഗേറ്റ് ഒരു ഇതിക്ക് പോകാനുള്ളതാണ്. ഓക്കെ, എങ്ങോട്ട് പോകണം? പ്രൊട്ടക്റ്റഡ് റൗട്ടിക്ക് എങ്ങോട്ട് പോകണം? ഇതിലെങ്ങോട്ട് പോകണം? ലോഗിനിലേക്ക് പോകണം. /ലോഗിൻ പേജിക്ക് പോകണം. ഓക്കെ, അല്ലെങ്കിൽ എവിടെയാണ്? അല്ലെങ്കിൽ ചിൽഡ്രൻ ഏതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് റാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, അപ്പം ആണെങ്കിൽ ഇത് ഈ പറഞ്ഞ സാധനം ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും, ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓർ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ലോഗിൻ പേജിൽ തന്നെ നിൽക്കും കേട്ടോ. ഇത് ട്രൂ ആണെങ്കിൽ നേരെ ചിൽഡ്രൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊട്ടക്റ്റഡ് റൗട്ടറിൻ്റെ ഉള്ളിൽ ഞാൻ റാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ പോകുന്നു ഈ സാധനം റാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയും കൂടി എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത്. ബാക്കി ആ സാധനവും ആ റൗട്ടും കൂടി അവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിനെയും കൂടി എനിക്ക് എഴുതി കൊടുക്കാം. അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് ഞാൻ എഴുതി കൊടുക്കുവാണ്. കോൺസ്റ്റ് അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് അൺപ്രൊട്ടക്റ്റഡ്. ഈ മൗസ് ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചിൽഡ്രനെ വെച്ച് ദെൻ എന്ത് പറഞ്ഞു കൊടുക്കും? ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് സെയിം നമ്മൾ നേരത്തെ എഴുതിയ പോലെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഓതൻറ്റിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് ചെക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പറഞ്ഞു വിടുന്നു? ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നാവിഗേറ്റ് ചെയ്യും. എങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യും? നാവിഗേറ്റ് ടു എങ്ങോട്ട്? ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ്. ഓക്കെ, ഡാഷ്ബോർഡിക്ക് നാവിഗേറ്റ് ചെയ്യുന്നു. ദെൻ അല്ലെങ്കിൽ ചിൽഡ്രൻ പഠിച്ച് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് റൗട്ടും അൺപ്രൊട്ടക്റ്റഡ് റൗട്ടും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു? എന്നിട്ട് ഞാനൊരു ഓതൻറ്റിക്കേഷൻ ഫേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റൗട്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പേജുകളെല്ലാം അതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കണം, ഓരോ റൗട്ടും ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, എന്നാലാണ് ഈ സാധനം
കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമുക്കത് ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമുക്ക് റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ വന്ന് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് റൗട്ട്സ് എടുക്കുന്നു. റൗട്ട്സിന് അതിൻ്റെ മെയിൻ ഇത് ട്രാപ്പ് ചെയ്യാനാണ്. റൗട്ട്സ് എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഇതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് റൗട്ടും അൺപ്രൊട്ടക്റ്റഡ് റൗട്ടും പറഞ്ഞു കൊടുക്കണം. റൗട്ട്സ് എടുത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിനെ എന്നെ പറഞ്ഞു കൊടുക്കാം. ഞാൻ റൗട്ട് എടുത്തു. ഓരോ റൗട്ട് ക്രിയേറ്റ് ചെയ്യാണ്. റൗട്ട് ഇപ്പോൾ പാത്ത് എന്താണ്? റൗട്ടിൻ്റെ പാത്ത് എന്താണ്? റൂട്ടാണ്. എലമെൻ്റ് എന്താണ്? എലമെൻ്റ് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്? എലമെൻ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിനെയാണ്. അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് ആരാണ്? അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ, അതായത് എലമെൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് പാസ് ചെയ്യാൻ പറ്റും. എന്ത് പാസ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ ചിൽഡ്രനെ എടുക്കണ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഹോം പേജ് ഞാൻ പാസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി ഞാൻ ഇത് ചെയ്തു? ഇവിടെ റൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. റൗട്ട് ഞാൻ ക്ലോസ് ചെയ്തു. റൗട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ റൂട്ടിൽ കൊടുത്തു. റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് ഹോം പേജ് കിട്ടണം. അത് ഞാനിവിടെ പാത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ അൺപ്രൊട്ടക്റ്റഡ് റൗട്ടറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഹോം പേജിനെ പാസ് ചെയ്തു. ഹോം പേജ് ഏതാണ്? ഹോം പേജിനെ ഞാൻ പാസ് ചെയ്തു. ഹോം പേജ് ഇതേ കിടക്കുന്നു. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് റൗട്ട്. ഈ അൺപ്രൊട്ടക്റ്റഡ് റൗട്ടറിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? സെൽഫ് ക്ലോസിങ്. ഓക്കെ, ഇത് എന്താ? അൺപ്രൊട്ടക്റ്റഡ് വാല്യൂസ് നെവർ റീഡഡ്. ഓക്കെ, നോക്കാം അങ്ങനെ വരുന്നത് എന്താണ്. കണ്ടോ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പൊന്നു VS കോഡേ, പണി തരല്ലേ. ഓക്കെ, ഹോം പേജ് വന്നു. ഹോം പേജ് ഇവിടെ ആക്സസിബിൾ ആയി. ഹോം പേജ് ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹോം പേജ് എനിക്ക് ഇവിടെ കിട്ടി. കണ്ടോ? ഇനി അൺപ്രൊട്ടക്റ്റഡ് റൗട്ട്. എനിക്കിനി അൺപ്രൊട്ടക്റ്റഡ് റൗട്ടായിട്ട് കൊടുക്കേണ്ടത് ലോഗിൻ പേജാണ്.
അപ്പോൾ നമുക്ക് ലോഗിൻ പേജ് എടുക്കാം. എനിക്കിത് ഭയങ്കര പണിയാണ് ഈ പരിപാടി, ഈ മൗസ് വെച്ചിട്ട്. നമ്മൾ ലോഗിൻ പേജ് എടുത്ത് കൊടുത്തു. ലോഗിൻ, ഇവിടെ എനിക്ക് എന്ത് പാസ് ചെയ്യണം? ലോഗിൻ പേജ് പാസ് ചെയ്യാം. ലോഗിൻ VS കോഡ് പണി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോഗിൻ പേജ് പാസ് ചെയ്തു. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് വന്നിട്ടുണ്ട്, ഡാഷ്ബോർഡ്. ഇനി എനിക്ക് ലോഗിൻ പേജ് ഞാൻ പാസ് ചെയ്തു. ഇപ്പോൾ 2 പേജ് അവരിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോഗിനിലേക്ക് പോയി, ലോഗിൻ പേജിലേക്ക് പോയി. കണ്ടോ, ലോഗിൻ പേജിലേക്ക് പോയി. ഓക്കെ, ലോഗിൻ പേജ് കറക്റ്റാണ്, പാസ് ചെയ്തിട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് റൗട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? എനിക്ക് ഒരു റൗട്ടും കൂടി ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഇനി ഇതിൻ്റെ അത് ഡാഷ്ബോർഡാണ് പ്രൊട്ടക്റ്റഡിൽ വെക്കേണ്ടത്. ഈ 2 പേജും എനിക്ക് പബ്ലിക്കലി ആക്സസ് ചെയ്യേണ്ട പേജാണ്, ഹോം പേജും ലോഗിൻ പേജ്. ഇതൊരിക്കലും പാസ്വേഡ് അടിച്ച് കയറേണ്ട പേജുകളല്ല. ഓക്കെ, പാസ്വേഡ് അടിച്ച ശേഷം എനിക്ക് ആക്സസിബിൾ ആകേണ്ട ഡാറ്റ, അല്ലെ ഒതൻറ്റിക്കേഷന് ശേഷം എനിക്ക് ആക്സസിബിൾ ആകേണ്ട ഡാറ്റയാണ് ഇവിടെ കിടക്കുന്നത്, പ്രൊട്ടക്റ്റഡ് റൗട്ടിൽ കിടക്കുന്നത്. ഇത് അൺപ്രൊട്ടക്റ്റഡ് അല്ല. ഇനി എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം പറ്റും? ഇത് പ്രൊട്ടക്റ്റഡ് റൗട്ടാണ്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് റൗട്ട് വെള്ളായോ നോക്കട്ടെ. ഓക്കെ, ആയി. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് റൗട്ടിലുള്ളതാണ്. പ്രൊട്ടക്റ്റഡ് റൗട്ടിൽ എനിക്ക് കിട്ടേണ്ട പേജ് എന്താണ്? ലോഗിൻ പേജ് അല്ല. ഏത് പേജാണ്? ഡാഷ്ബോർഡാണ്. ഇപ്പോൾ ഡാഷ്ബോർഡ് നോക്കുക, ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ആക്സസ് ആവേണ്ടത് ഏത് പാത്തേതാണ്? ഡാഷ്ബോർഡ്. ഇതാണ് എൻ്റെ ലിങ്ക്, ആക്സസ് ആവേണ്ടത്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇവിടെ വന്നു, എനിക്ക് ലോഗിൻ കിട്ടി. ലോഗിൻ പേജിലേക്ക് പോയി, ഇതിക്ക് പോയി, ഹോമിക്ക് പോയി. ഞാനിവിടെ ഇട്ടിട്ട് ഡാഷ്ബോർഡ് കൊടുത്തു. എനിക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതിവിടെ ഡാഷ്ബോർഡ് നടിക്കുമ്പോൾ ഞാൻ ലോഗിൻ പേജിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ലോഗിൻ ആകാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഡാറ്റ ഡാഷ്ബോർഡിലേക്ക് ആക്സസിബിൾ ആകാൻ പറ്റില്ല. ഈ 2 പേജും എനിക്ക് അൺപ്രൊട്ടക്റ്റഡ് ആണ്. എനിക്ക് കണ്ടോ, ഇവിടെ ലിങ്ക് അടിച്ച് കയറി പോകാൻ പറ്റും. ചുമ്മാ ലോഗിൻ ആകാതെ എനിക്ക് ഒരിക്കലും, അതായത് ഓതൻറ്റിക്കേറ്റഡ് ആകാതെ എനിക്ക് ഒരിക്കലും ഡാഷ്ബോർഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഈ ചിൽഡ്രൻ എന്താണെന്ന് മനസ്സിലായോ? ഈ ചിൽഡ്രനാണ് ഈ അകത്ത് കൊടുത്തിരിക്കുന്നത്, ഈ സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്തിരിക്കുന്ന, ഈ റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്തിട്ടില്ല നമ്മൾ. ഈ സാധനം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സ്പെഷ്യൽ പ്രോപ്സ് ആണ്, ഈ ചിൽഡ്രൻ വഴിയാണ് അത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കേട്ടോ, ഈ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ലോഗിനായി. നിങ്ങളിവിടെ കറക്റ്റായിട്ടുള്ള ഓതൻറ്റിക്കേഷൻ സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ടോക്കണൊക്കെ എടുത്ത് വെക്കണം, ലോക്കൽ സ്റ്റോറേജ് കീപ്പ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുക്കീസ് വെച്ച് ഞാനിതിവിടെ ട്രൂ ആക്കി. അതായത് എൻ്റെ കാര്യം എൻ്റെ സാധനം ഓതൻറ്റിക്കേറ്റഡ് ആയി. വൺസ് ഓതൻറ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ അഡ്മിൻ പാനലിലാണ്. കണ്ടാ, ഞാൻ ഓതൻറ്റിക്കേറ്റഡ് ആയെന്നേ. എനിക്കിനി അഡ്മിൻ പാനലിലേക്ക് പോകാം. കണ്ടാ, ഇനി പോകൂല. ഇനി ലോഗൗട്ടാകാതെ ഒരിക്കലും ഉണ്ടോ പോകില്ല, ആക്സസിബിൾ ആകില്ല. ഇത് പ്രൊട്ടക്റ്റഡ് റൗട്ടാണ്. പ്രൊട്ടക്റ്റഡ് റൗട്ടിലുള്ള അഡ്മിൻ പാനൽ ഇപ്പോൾ എനിക്ക് ആക്സസിബിൾ ആണ്. ബിക്കോസ് ഞാനിപ്പോൾ ലോഗിൻഡ് ആണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈസ് ഓതൻറ്റിക്കേറ്റഡ് ആണോ? ആണ്. അതുകൊണ്ട് ഞാൻ എവിടെയാണ്? ഡാഷ്ബോർഡിലാണ്. ഉണ്ടോ, ഞാനിവിടെ ഫോൾസ് കൊടുത്തു. ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് ലോഗിൻ പേജിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇതേ ഹോം പേജിലേക്ക് വന്നു. ഉണ്ടോ, തിരിച്ച് ഹോം പേജിലേക്ക് വന്നു. എനിക്ക് എവിടെ പോകാൻ പറ്റും? എനിക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഡാഷ്ബോർഡിലേക്ക് പോകില്ല. പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ലോഗിൻ ആണോ? ഞാനിവിടെ വന്ന് ലോഗിൻ ചെയ്യുക. ഞാനിത് ലോഗിൻ ചെയ്തു. നിങ്ങളിങ്ങനെയല്ല ഇതിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യണത്. അത് നിങ്ങൾ തന്നെ വെച്ചോ, എനിക്കറിയണ്ട. ഓക്കെ, ഞാനിവിടെ വന്നു. ഉണ്ടോ, മനസ്സിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ ലോഗിൻ ആണ്. ഇതാണ് പ്രൊട്ടക്റ്റഡ് റൗട്ട്, അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് എന്ന് പറഞ്ഞ പരിപാടി, റൗട്ട്സ്. ഇതിങ്ങനെയല്ല. ലോഗിൻ ലോജിക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. ഓക്കെ,